ഫ്രണ്ട്സ്, CSIR നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പെർമനൻറ്റ് വേക്കൻസിയാണ്. അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസും പ്രൊമോഷൻ സാധ്യതയ്ക്കുള്ള പോസ്റ്റാണ്. പോസ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചുടങ്ങുക കാണാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്, പെർമനൻറ്റ് വേക്കൻസിയാണ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 കാറ്റഗറിയുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കയറി വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇൻഡിഗോയുടെ നിങ്ങൾക്ക് ക്യാബിനറ്റ് എന്ന് പറയുന്ന തസ്തിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ വിളിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കേരളത്തിൽ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നത്. അതുപോലെ തന്നെ CBSL, IOCL തുടങ്ങിയുള്ള വിവിധ സെക്ടറിലുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, സെയിം പേരിൽ തന്നെയാണ്, GOCL എജുലാൻഡ് എന്നാണ്. ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ പുതുതായിട്ട് ഇവിടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മിറ്റി, ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത ലേറ്റസ്റ്റ് കേരള ജോബ്സ് അങ്ങനെ എല്ലാ ഫോൾഡർ വൈസ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി പറഞ്ഞ ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ, നമ്മുടെ സൈറ്റിൽ കയറി ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്ത് നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ഇപ്പോൾ 499 ആണെങ്കിലും ഇതിൽ നിങ്ങൾ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്യുന്ന, നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ കൂപ്പൺ അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ GOCL ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചിട്ട് 40 അടിച്ചാൽ 40% നിങ്ങൾക്ക് സ്പേസ് ഒന്നും ഇല്ലാതെ അടിക്കണം. 40% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ആദ്യത്തെ 100 പേർക്കാണ് ഡിസ്കൗണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഓപ്പൺ ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ നമുക്കുണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് പരസ്പരം എന്താണ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാം. CSIR നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 3/5/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/6/2025 ആണ് കേട്ടോ. ഇതിൻ്റെ അപേക്ഷ നൽകേണ്ട അവസാന തീയതി 2/6/2025 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേക്കൻസികൾ ഏതൊക്കെ നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 9 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അതിൽ 4 വേക്കൻസി ജനറൽ, OBCക്ക് ഒരു വേക്കൻസി, SCക്ക് 2, EWSന് 1, PWD കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസി. ഓക്കെ, അത് ലോ വിഷൻ കാറ്റഗറിക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ STക്ക് ഇതിൽ വേക്കൻസി ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ട്, അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് നോക്കാം. 1,12,400 വരെ ഉണ്ട്. ഇതിനടുത്ത് ടെക്നീഷ്യൻ 1 ആണ്. ഇതിൽ നിങ്ങൾക്ക് 18 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ജനറൽ 6, OBC 6, SC 3, അതുപോലെ EWS 2, പിന്നെ PWDയിൽ ലോ വിഷൻ കാറ്റഗറിക്ക് ഒരു വേക്കൻസി. എൻ്റെ പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിൽ നമുക്ക് ഒരു വേക്കൻസിയാണ്. ആ ഒരു വേക്കൻസി OBCക്ക് റിസർവ്ഡ് ആണ്. എൻ്റെ പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് സ്റ്റോർ ആൻഡ് പർച്ചേസ് ഉണ്ട്. അതിൽ 2 വേക്കൻസി ഉണ്ട്. അതിൽ 1 ജനറലാണ്. ഓക്കെ, ഒന്നും കൂടെ കാണാൻ ജനറലാണ്, 1 SCക്കാണ്. അപ്പോൾ ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. റിസർവ്ഡ് വേക്കൻസി ആണെങ്കിൽ അതത് കാറ്റഗറിക്ക് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പേ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 പാർട്ടായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പാർട്ട് 1 നമ്മൾ ആദ്യം പറഞ്ഞ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ആണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ഏരിയ വൈസ് വേക്കൻസീസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫാർമക്കോഗ്നസി എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റ് വരുന്നത്. ഒരു വേക്കൻസിയാണ്, അത് ജനറലാണ്. അപ്പോൾ നിങ്ങളിവിടെ പോസ്റ്റ് നിങ്ങൾ നോക്കുക. ജനറൽ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ റിസർവ്ഡ് വേക്കൻസി ആണെങ്കിൽ അതത് കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 28 ഏജ് ലിമിറ്റ്. ഏജ് ഒക്കെ കണക്കാക്കുന്നത് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ്. അപ്പോൾ ഇതിൽ മന്ത്ലി നിങ്ങൾക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് 75,212 രൂപയാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. BSc വിത്ത് കെമിസ്ട്രി അല്ലെങ്കിൽ ഓർ ഇക്വലൻ്റ് ആണ് പറയുന്നത്. 60% മാർക്ക് വേണം. അതായത് നിങ്ങൾ ബാച്ചലർ ഓഫ് സയൻസിൽ നിങ്ങൾ കെമിസ്ട്രി സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അതിൽ 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പാടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു BSc നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1 ഇയർ ഡ്യൂറേഷനുള്ള കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സോ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കെമിസ്ട്രി സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുക, 60% മാർക്കോട് പ്ലസ് 1 ഇയർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിർബന്ധമല്ല, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 ഇയർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് എൻവയോൺമെൻറ്റൽ സയൻസ് ആണ് അടുത്ത ഏരിയ വരുന്നത്. ഇതൊക്കെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റാണ്. ഇതിൽ ഒരു വേക്കൻസിയാണ്, അത് ജനറലാണ്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 28 ഏജ് ലിമിറ്റ് ഒക്കെ സെയിം ആണ്. പേയ്മെൻ്റ് ഒക്കെ സെയിം ആണ് കേട്ടുണ്ടാകുക. ഇതിലേക്ക് നിങ്ങൾക്ക് എൻവയോൺമെൻറ്റൽ സയൻസ് നിങ്ങൾ സബ്ജക്റ്റായിട്ട് ബാച്ചലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 60% നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ 1 ഇയർ ഡ്യൂറേഷനുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസോ ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്തത് മോളിക്കുലർ ബയോളജിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്, അത് റിസർവ്ഡ് വേക്കൻസിയാണ് കേട്ടോ. EWS കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 28 ഏജ് ലിമിറ്റ് വരുന്നത്. പേ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മോളിക്കുലർ ബയോളജി
ബയോളജിയിലോ അല്ലെങ്കിൽ ബയോ ടെക്നോളജിയിലോ നിങ്ങൾ എന്താണ് ബാച്ചിലർ ഓഫ് സയൻസ്. ഓക്കെ, അതായത് ഇവിടെ പോയി യെസ് നിങ്ങൾക്ക് BSc ഇൻ മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി. അപ്പം നമ്മൾ കോർ സബ്ജക്റ്റായിട്ട് ഈ പറയുന്ന മോളിക്കുലർ ബയോളജിയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയോ നമ്മൾ BSc കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സിന് പകരം എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് പ്ലാന്റ് ബ്രീഡിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് SCക്ക് മാത്രം റിസർവ് വേക്കൻസിയാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 33 ഏജ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് BSc അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 ഇയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസോ അതിലേതെങ്കിലും ഒന്ന് വേണമെന്നുള്ളതാണ്. അപ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ ആണ് ഏരിയ വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ ജനറൽ 1, OBC 1, SC 1, അതുപോലെ PWDയിൽ ലോ വിഷൻ കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസി. അങ്ങനെയാണ് 28 ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റ്. ബാക്കി SC ST OBC ഒക്കെ ആണെങ്കിൽ നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിട്ട് OBC ആണെങ്കിൽ 3 വർഷം, SC ആണെങ്കിൽ ST ആണെങ്കിൽ 5 വർഷം, PW ആണെങ്കിൽ 10 വർഷം മുതൽ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. പേയ്മെൻറ്റ് കൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc അഗ്രികൾച്ചറോ അല്ലെങ്കിൽ BSc ഹോർട്ടിക്കൾച്ചറോ കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. 1 ഇയർ നിങ്ങൾക്ക് എന്ത് വേണം, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിന് അടുത്ത ഏരിയ വരുന്നത് എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കലാണ് വരുന്നത് ഡിസിപ്ലിൻ. ഇതിൽ ജനറൽ വേക്കൻസിയാണ്. ഒരു വേക്കൻസി ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 28 ഏജ് ലിമിറ്റ് വരുന്നത്. പേയ്മെൻറ്റും കൂടെ കാണാൻ പറ്റും മന്ത്ലി. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലുള്ള ഡിപ്ലോമയാണ്. 3 വർഷം ഡ്യൂറേഷനുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിർബന്ധമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കീം എന്ന് പറയുന്നത് ലാറ്ററൽ എൻട്രിയിലൂടെ കയറിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 60% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, ഇതിനാണ് ഇത്രയാണ് പാർട്ട് 1 വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പാർട്ട് 1 പാർട്ട് 1 നമുക്ക് ഇത്രയാണ് വരുന്നത്. ഇനി അപ്പം ഇതിൽ ഞാൻ പറഞ്ഞു 3 പാർട്ടാണ്. അപ്പം ആ 3 പാർട്ടിൽ നമുക്ക് പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി പാർട്ട് 1 തന്നെ, അതായത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് തന്നെ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സെലക്ഷൻ നമുക്ക് നോക്കാം. ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കേട്ടോ, മോഡ് ഓഫ് സെലക്ഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെക്നീഷ്യൻ അല്ല, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ ട്രേഡ് ടെസ്റ്റിനാണ് അവർ വിളിക്കുക. പിന്നീട് എന്ത് ചെയ്യും, അത് കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതിൽ 3 പേപ്പർ വരുന്നുണ്ട്. പേപ്പർ 1, 2, 3 വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് OMR ബേസ്ഡ് എക്സാം ആയിരിക്കും എന്നാണ് അവർ പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല, OMR ബേസ്ഡ് എക്സാം ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണെങ്കിൽ BSc ആണെങ്കിൽ ഗ്രാജുവേഷൻ ലെവലായിട്ടുള്ള രീതിയിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. 200 മാർക്കാണ്. 3 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ ഉണ്ടാവും. പേപ്പർ 1 നിങ്ങൾക്ക് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ്. 50 ക്വസ്റ്റൻ അതിലുണ്ടാവും. ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. പേപ്പർ 1 ഈ മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷണൽ ജഡ്ജ്മെൻറ്റ് എക്സെട്ര ഇതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതായത് പേപ്പർ 2 വരുന്നത് ജനറൽ അവയർനെസ് ആണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ സിലബസ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ബുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്താണ് ഈ പറയുന്ന ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ തരാം കേട്ടോ നിങ്ങൾക്ക്. അതുപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 25 നിങ്ങൾക്ക് ഇതിൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ. തെറ്റായി രേഖപ്പെടുത്തിയാൽ ശരിയായാലും 3 മാർക്ക് ഉണ്ടാകുക. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ പേപ്പർ 3 വരുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റാണ് ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യന് 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 3 മാർക്കാണ്. ഒന്ന് ശരിയാൽ, തെറ്റായാൽ നെഗറ്റീവ് മാർക്ക്, 1 നെഗറ്റീവ് മാർക്ക് പിടിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. OBC ആണെങ്കിൽ 3 വർഷം, SC ആണെങ്കിൽ 5 വർഷം, PWD ആണെങ്കിൽ 10 വർഷം, then EWS എക്സ് സർവീസ് മാൻ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറയുന്നത് നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടെക്നീഷ്യനാണ്. ഓക്കെ, അപ്പോൾ ടെക്നീഷ്യൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് വരാം. ടെക്നീഷ്യനിൽ നമുക്ക് ഒരു ട്രേഡ് വൈസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതിൽ കാണാൻ ട്രാക്ടർ മെക്കാനിക്ക്, അതുപോലെ ട്രാക്ടർ ഡ്രൈവർ, അതുപോലെ തന്നെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഇതിൽ നമുക്ക് ഒരു വേക്കൻസിയാണ്. ജനറലാണ്. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 28 ഏജ് ലിമിറ്റ്. ഇതിൻ്റെ മന്ത്ലി നമുക്ക് കിട്ടുന്ന എമൗണ്ട് 41,237 രൂപയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സെയിം രീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒന്ന് പറഞ്ഞുതരാം. അതായത് SSLCയിൽ നിൽക്കുക, അതായത് 10ാം ക്ലാസ് 55% മാർക്കോട് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ട്രാക്ടർ മെക്കാനിക് അല്ലെങ്കിൽ ട്രാക്ടർ ഡ്രൈവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് 55% മാർക്കോട് കൂടി പ്ലസ് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള മുകളിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ITIയുടെ ആവശ്യമില്ല. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ്സും ഈ പറയുന്ന ട്രേഡുകളിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 രീതിയിലാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് എല്ലാത്തിനും ഇതേപോലെയാണ്, സെയിം ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ട്രേഡേഴ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ട്രേഡ് വരുന്നത് ട്രാക്ടർ, മെക്കാനിക് അല്ലെങ്കിൽ ട്രാക്ടർ ഡ്രൈവർ, അതുപോലെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഇനി അടുത്ത ട്രേഡുകൾ വരുന്നത് ലബോറട്ടറി അസിസ്റ്റൻറ്റ്, കെമിക്കൽ ലാബ് അസിസ്റ്റൻറ്റ്, ക്വാളിറ്റി അഷുറൻസ് അസിസ്റ്റൻറ്റ്. ഇതിൽ ജനറൽ 2, OBC 1, SC 1. ഇതിൽ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ സെയിം ആണ്, ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ സെയിം ആണ്. ഈ അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI അതല്ലെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പ്, അതല്ലെങ്കിൽ 3 വർഷം ഡ്യൂറേഷനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. SSLCയിൽ 55% മാർക്ക് വേണം കേട്ടോ. പിന്നെ അടുത്ത ട്രേഡ് വരുന്നത് ഗാർഡനർ, അതുപോലെ ഫ്ലോറിക്കൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്, അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ്, അതുപോലെ ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റൻറ്റ്, സോയിൽ ടെസ്റ്റിംഗ് ആൻഡ് ക്രോപ്പ് ടെക്നീഷ്യൻ. ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ITIയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പോ അതല്ലെങ്കിൽ 3 വർഷം ഡ്യൂറേഷനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സിൽ 55% മാർക്ക് വേണം. 28 ഏജ് ലിമിറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന്. അപ്പോൾ ഇതിൽ വേക്കൻസികൾ വന്നിരിക്കുന്നത് ജനറൽ 2, OBC 1, PWD കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസി അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതും ഈ ടെക്നീഷ്യനിൽ നമുക്ക് കോപ്പയാണ് വിളിച്ചിരിക്കുന്നത്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിലേക്കും ഈ പറയുന്ന OBC 1, SC 1, PWD കാൻഡിഡേറ്റ്സിന് 1 അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കോപ്പയിൽ നിങ്ങൾക്ക് എന്താണ് ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. SSLCയിൽ 55% മാർക്കും എല്ലാത്തിലും വേണം, ഏത് കാറ്റഗറി ആണെങ്കിലും. അതിൽ ITI കോപ്പ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കോപ്പ ട്രേഡിൽ നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനിൽ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. കോപ്പ ട്രേഡിൽ 3 വർഷം ഡ്യൂറേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അടുത്തത് ടെക്നീഷ്യനിൽ തന്നെ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. ജനറലാണ്, ആർക്കും വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജനറലും ഒരു EWS കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പേ സ്കെയിൽ കാര്യങ്ങളൂടെ കാണാം. ഇതിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഇലക്ട്രീഷ്യൻ ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 2 വർഷം ഡ്യൂറേഷനിൽ അപ്രന്റീഷിപ്പ് ഉണ്ട് അപ്ലൈ ചെയ്യാം. 3 വർഷം ഡ്യൂറേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. 10ാം ക്ലാസ്സിൽ 55% മാർക്ക് ഉണ്ട്. അതുപോലെ ഫിറ്റർ വിളിച്ചിട്ടുണ്ട്. ഫിറ്ററിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്, SCക്ക് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ITI അല്ലെങ്കിൽ അപ്രന്റീഷിപ്പ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പ്ലംബർ വിളിച്ചിട്ടുണ്ട്. ഇതേ സെയിം ക്വാളിഫിക്കേഷൻ ആട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാത്തത്. നിങ്ങൾക്കൂടെ കാണാം, ഞാൻ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻ പ്ലംബറുമായി ബന്ധപ്പെട്ട് ITI കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷൻ അപ്രന്റീഷിപ്പ് അല്ലെങ്കിൽ 3 വർഷം ഡ്യൂറേഷനുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് OBC 2 വേക്കൻസിയാണ് അതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൗസ് കീപ്പിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ITIയോ അതല്ലെങ്കിൽ അപ്രന്റീഷിപ്പോ അതല്ലെങ്കിൽ എക്സ്പീരിയൻസോ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. 3 രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എല്ലാത്തിലും SSLCയിൽ 55% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പം പാർട്ട് 1ഉം കഴിഞ്ഞു, ദെൻ നമ്മൾ പാർട്ട് 2ഉം കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ളത് പാർട്ട് 2ൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റിനാണ് ആദ്യം വിളിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതിൽ ക്വാളിഫൈ ചെയ്താലാണ് നിങ്ങൾ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ വിളിക്കുക. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ OMR ബേസ്ഡ് ടെസ്റ്റിൻ്റെ ആയിരിക്കും. SSLC അല്ലെങ്കിൽ ITI +2 ലെവലായിരിക്കും. 150 ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് 50 ക്വസ്റ്റ്യൻ. ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. അതിൽ ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25. ഇതിൽ ഓരോ മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. തെറ്റായി രേഖപ്പെടുത്തിയാൽ പേപ്പർ 3ൽ നിങ്ങളുടെ റിലവൻറ്റ് നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് ആണോ ധരിച്ച സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെയാണ്? പാർട്ട് 3 ആണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പാർട്ട് 1ഉം പറഞ്ഞു, പാർട്ട് 2ഉം പറഞ്ഞു. പാർട്ട് 3 എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ തസ്തിയിലേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാം പാർട്ട് 3ൻ്റെത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. ഇതിലേക്ക് ഒരു പോസ്റ്റാണുള്ളത്. ആ ഒരു പോസ്റ്റ് OBC കാൻഡിഡേറ്റ്സിന് റിസർവ് വേക്കൻസിയാണ്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മന്ത്ലി റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് 41,237 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കേട്ടോ. +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായിരിക്കുക. പക്ഷേ കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഒരു 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർ ഇതിൽ അപേക്ഷിച്ചാൽ മതി. അല്ലാത്തവർ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം അതിലേക്ക് നിങ്ങൾക്ക് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് അവിടെ ചെക്ക് ചെയ്യും. പിന്നെ സ്റ്റോർ ആൻഡ് പർച്ചേസിൽ ഇതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് തന്നെ ഒരു വേക്കൻസി ജനറലും ഒരു വേക്കൻസി SCക്കുമാണ്. ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ പേയ്മെൻറ്റ് കൂടെ കാണാം നിങ്ങൾക്ക്. ഇതിലേക്കും നിങ്ങൾക്ക് +2 തന്നെയാണ്. കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിൽ നിങ്ങൾ എന്താണ് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ആണ് ആദ്യം ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. റിട്ടൺ എക്സാമിനേഷൻ OMR അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്നാണ് അവർ പറയുന്നത്. 200 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും.
+2 ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും. മെൻ്റൽ എബിലിറ്റി 100 ക്വസ്റ്റിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല ഇവിടെ. പിന്നെ പേപ്പർ 2 നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും 50 ക്വസ്റ്റിനാണ് വരിക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിലും നിങ്ങൾ 35 വേർഡ് പെർ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഹിന്ദി നിർബന്ധമില്ല, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഹിന്ദിയിലാണെങ്കിൽ അത് 30 വേർഡ് പെർ എന്നുള്ള രീതിയിൽ ചെയ്യണം. ഹിന്ദിയോ ഓർ ഇംഗ്ലീഷാണ് കേട്ടോ, ഏതെങ്കിലും ഒന്ന് മതി. അതോടൊപ്പം തന്നെ അതിൻ്റെ കീ ഡിപ്രഷൻ പെർ അവറും കാര്യങ്ങളൊക്കെ പറയുന്നത്, അപ്പോൾ ആ സ്പീഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ 3 നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ 3 പോസ്റ്റിൻ്റെയും നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന മോഡ് ഓഫ് സെലക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് മാത്രമേ ഫീ ഉള്ളൂ. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് SC ST അതുപോലെ PWD എക്സ് സർവീസ്മാൻ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ആ DHR തുടങ്ങിയിട്ട് ട്രാൻസ്പോർട്ട് അലവൻസ് അതുപോലെ നിങ്ങൾക്ക് അക്കോമഡേഷൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അലവൻസ് സാലറിക്ക് പുറമേ ഉണ്ട്. അതുമാത്രമല്ല ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അതുപോലെ നിങ്ങൾക്ക് മെഡിക്കൽ എക്സ്പെൻസ് അതുപോലെ മറ്റു ലീവ് ട്രാവൽ കൺസെഷൻ തുടങ്ങിയിട്ട് ഹൗസ് ബിൽഡിംഗ് അലവൻസ് അഡ്വാൻസ് തുടങ്ങിയിട്ടുള്ള എക്സ്ട്രാ ഒട്ടനവധി അലവൻസുകൾ വേറെ ഉണ്ട്. പെൻഷൻ അതുപോലെ അങ്ങനെയുള്ള പിന്നെ പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലാണ് CSER-ലൊക്കെ. അപ്പോൾ നിങ്ങൾ കഴിവുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. അതും വലിയൊരു കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ വളരെ എലിജിബിൾ ആയുള്ള സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റിൽ നിങ്ങൾ തയ്യാറാക്കിയായിരിക്കണം. റീസൺ, കളർ, പാസ്പോർട്ട്, ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് പ്രോപ്പറായിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്യൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്കിതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് എന്താണ് പറയാനുള്ളത് നോക്കാം. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ കാണാം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് വെച്ചാൽ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യുക. നിങ്ങൾ PWD കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ അതുപോലെ തന്നെ മറ്റു EWS SC ST ഓക്കെ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ നിലവിൽ വർക്ക് ചെയ്യുന്നവരാണ് NOC വേണ്ടത്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യേണ്ട അതിൻ്റെ എല്ലാം റെഡിയാക്കി വെക്കുക നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകകളൊക്കെ എന്തുണ്ട് ഇതിലുണ്ട് കേട്ടോ. എല്ലാ മാതൃകളും ഉണ്ട്. SC ST OBC EWS PWD എക്സ് സർവീസ്മാൻ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് മാതൃകൾ ഇതിൽ തന്നെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൺലൈൻ അപേക്ഷയുടെ ഡേറ്റും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ പറയാം. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് 3/5/2025 മുതൽ 2/6/2025. അപ്പോൾ ഏജ് ആണെങ്കിലും മറ്റ് എലിജിബിലിറ്റി ആണെങ്കിലും കണക്കാക്കുന്നത് 2/6/2025 കേട്ടോ. ഏജ് ഒക്കെ നിങ്ങൾ നോക്കേണ്ടത് മിനിമം 18 ആണ്. ഓക്കെ, ബാക്കി ഓരോ പോസ്റ്റ് വൈസ് ഏജ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ തരാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റാണ് GOC എലിജിബിലിറ്റിയിലേക്ക് വരും. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. NBRA കാണാം. ഇനി NBRA ഇവിടെ കണ്ടില്ല, താഴോട്ട് ഇവിടെ നോക്കാം. ഇവിടെ കണ്ടില്ല റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. NBRA എന്ന് സെർച്ച് ചെയ്താലും അങ്ങനെയും കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ NBRA റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള. ഇപ്പോൾ നമ്മളിവിടെ NBRA എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇത് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ടെലഗ്രാം, വാട്സപ്പ് ചാനൽ, നമ്മുടെ ഇൻസ്റ്റ അതിലൊക്കെ ഫോളോ ചെയ്യാം. അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം കാണുമ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജാണ് ഓപ്പൺ ആയി വരാൻ കാണാം. CSER നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ലക്നൌവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ എക്സാം സെൻറ്റർ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അവിടേക്കൊക്കെ പോയിട്ട് എഴുതേണ്ടി വരും കുറച്ച്. ഇനി ബാംഗ്ലൂരൊക്കെ ഉണ്ടാവും എന്നറിയില്ല, ഡിപ്പെൻസ് ഓൺ അപേക്ഷയുടെ എണ്ണത്തിന് ഇതിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, രജിസ്റ്റർ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഇവിടെയാണ് സ്റ്റെപ്പ് 2 ഉണ്ടാവും ലിങ്ക്. ലോഗിൻ ചെയ്യണമെങ്കിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫിൽ ആൻഡ് കംപ്ലീറ്റ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഇവിടെ അതിൻ്റെ റെപ്ലിക്ക, അതായത് നമ്മൾ അപേക്ഷയുടെ സ്ക്രീൻഷോട്ട്സ് ഇവിടെ കിട്ടും. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുത്താൽ ഞാൻ കാണിക്കാതാ ഇതുപോലെ നമുക്ക് അതിൻ്റെ ആ പേജ് സ്ക്രീൻഷോട്ട് എടുത്താണ് കേട്ടോ. എന്തൊക്കെ ഫോമിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് മുൻകൂട്ടി കാണാൻ പറ്റും. ഓക്കെ, അത് വേണമെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ മൊബൈലിൽ ചെയ്യാം. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് ലിങ്കാണ്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളിവിടെ ഫസ്റ്റ് വന്ന രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളുണ്ട്. അഗ്രി കൊടുക്കുക നമ്മൾ. അങ്ങനെ കൊടുത്ത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ സെലക്ട് ചെയ്യാം 1/2025. അത് സെലക്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും കാര്യങ്ങളും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ക്യാപ്ച അടിച്ച് നമ്മൾ സബ്മിറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് 1/2025 കേട്ടോ. ഓക്കെ, അതാണ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അതിനാണെന്ന് ഉറപ്പിക്കുക. കാരണം പിന്നീട് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് അതോടെ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് മനസ്സിലാക്കുക. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ലോ വിഷൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് സ്ക്രൈബിന് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇത് ചൂസ് ചെയ്യാം കേട്ടോ, ഈ ഒരു ഓപ്ഷന്. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സാം എഴുതാൻ സഹായി ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഫിൽ ആൻഡ് കംപ്ലീറ്റ്, നമ്മൾ ലോഗൗട്ട് ആയില്ല അത് ഡയറക്റ്റ് അങ്ങനെ പോകാൻ മതി. ഇനി പോയിട്ടില്ലെങ്കിൽ ഫിൽ ആൻഡ് കംപ്ലീറ്റ് എന്നുള്ള ഇവിടെ ലിങ്ക് ഉണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള, അത് ഓപ്പൺ ആക്കാം. അത് ഓപ്പൺ ആക്കി നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ അഡ്വർടൈസ് നമ്പറും ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ ക്യാപ്ച അടിച്ച് സൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ലോഗിൻ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ന്യൂ യൂസർ ആണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് പ്ലീസ് രജിസ്റ്റർ ഹിയർ എന്നുള്ള, അതിലങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.